ജീവിതത്തിലേക്ക് തിരികെ വരാനുള്ള പരിശ്രമത്തിലാണ് വെടിക്കെട്ട് അപകടത്തിൽ പരിക്കേറ്റ ചോറ്റാനിക്കര സ്വദേശി അലൻ നിനോയ്. നീലേശ്വരം വീരർക്കാവ് കളിയാട്ടത്തിലെ വെടിക്കെട്ട് അപകടത്തിലാണ് അലന് ഗുരുതര പരിക്കേറ്റത്. കൈകൾ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും പൊള്ളലേറ്റ സ്വപ്നങ്ങൾ തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് അലൻ. പൊള്ളലേറ്റ ഇരു കൈകളും കാണുമ്പോൾ നീലേശ്വരത്തേക്കുള്ള യാത്രയെ അലൻ സ്വയം ശപിക്കുകയാണ്. ദേവതമാർ കർമ്മം നടത്തിയ കളത്തിൽ തന്നെ പൂക്കുലകൾ പോലെ മനുഷ്യമാംസം ചിതറിയ ആ രാത്രി ഇപ്പോഴും മറക്കാനായിട്ടില്ല. മംഗളൂരിൽ MSW അവസാന വർഷ പരീക്ഷ കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങവെയാണ് നീലേശ്വരത്തെ തെയ്യം കാണാൻ സുഹൃത്തുക്കൾക്കൊപ്പം അലനും പോയത്. വീരർക്കാവിൽ കൊട്ടിക്കയറുന്ന മേളത്തിനിടെ ഒരാൾ മാലപ്പടക്കം പോലൊന്ന് പൊട്ടിച്ചത് കണ്ടത് മാത്രമാണ് അലന്റെ ഓർമ്മ. പിന്നീട് മാധ്യമങ്ങളിൽ അത് നീലേശ്വരം വെടിക്കെട്ട് അപകടമായി മാറി. മൂവാളംകുഴി ചാമുണ്ടി തെയ്യത്തിന്റെ കുളിച്ചുതോറ്റം പുറപ്പാടിനിടെ പടക്കം പൊട്ടിച്ചപ്പോഴുണ്ടായ തീപ്പൊരി പടക്കം സൂക്ഷിച്ച കെട്ടിടത്തിലേക്ക് വീണായിരുന്നു അപകടം. വലിയ തീഗോളം പോലെ പടക്കശേഖരം പൊട്ടിത്തെറിച്ചു. പുള്ളി ഞാൻ ഈ ഓട്ടോയിൽ കയറി പോകുന്ന സമയം പോലെ എൻ്റെ കയ്യിൽ തൊലിയെല്ലാം ഇങ്ങനെ തൂങ്ങിക്കിടക്കുക, കൈകളിലും മുഖത്തൊക്കെ ഇങ്ങനെ അടർന്ന് ഏകദേശം ആ ഒരു ഇതിലാണ്. അത്രമാത്രം പൊള്ളിയിട്ടുണ്ടായി. പുറമാണെങ്കിലും ഇതുപോലെയാണ്. പുറം എനിക്കറിയില്ല എങ്ങനെയാന്ന്. അപ്പം ഞാൻ പിന്നീട് ഫോട്ടോ ഒക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് കറുത്ത് ഇങ്ങനെ പൊളിഞ്ഞിരിക്കുന്ന സ്കിന്നുകളാണ്. ആശുപത്രിയിലെത്തിയപ്പോൾ കയ്യിലെ തൊലി അയഞ്ഞു തൂങ്ങുകയായിരുന്നു. ശരീരം മുഴുവൻ കറുത്തിരുണ്ടു. ആശുപത്രിയിലെത്തിയ അലൻ വേദന സഹിക്കാനാവാതെ തന്നെ മയക്കി കിടത്താമോ എന്നാണ് ആദ്യം ചോദിച്ചത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞുകൊണ്ട് എല്ലാം എന്നെ ബോധം കെടുത്തുവെന്നാണ്. കാരണം പെയിന് അതുപോലെ ഉണ്ടായി. ബോധം കെടുത്തുവെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അവരുടെ അടുത്തോട്ട് ചെന്നു. പിന്നീട് അങ്ങോട്ട് ഇതുവരെ ആശുപത്രിയും വീടും മാത്രമാണ് അലന്റെ ലോകം. ഇതിനിടയിൽ പ്ലാസ്റ്റിക് സർജറിക്കും വിധേയനായി. ചികിത്സാ ചെലവ് സർക്കാർ വഹിച്ചിരുന്നു. 1 ലക്ഷം രൂപ ക്ഷേത്ര കമ്മിറ്റിയിൽ നിന്നും ലഭിച്ചു. സർജറി കഴിഞ്ഞിട്ട് ഞാനൊരു 15 ദിവസത്തിൻ്റെ മേളിൽ ഐ സി യു തന്നെ ആയിരുന്നു. 35 ദിവസത്തോളം. അതിന് 15 ദിവസത്തോളം കഴിഞ്ഞപ്പോൾ സർജറി കഴിഞ്ഞു. വീണ്ടും 15-20 ദിവസത്തോളം ഐ സി യു തന്നെ കിടന്നു. അതിനുശേഷം റൂമിലോട്ട് മാറി. അവിടെ ഒരു 2 മാസത്തോളം ഏകദേശം 90 ദിവസം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ മൊത്തത്തിൽ. 2 കൈകളും മടക്കാനോ ഭക്ഷണം കഴിക്കാനോ കഴിയില്ല. നല്ല ജോലി എന്ന ഈ 25-കാരന്റെ സ്വപ്നത്തിനു മേൽ കൂടിയാണ് ആ തീപ്പൊരി ചെന്ന് വീണത്. ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ചോറ്റാനിക്കരയിലെ വീട്ടിൽ അലൻ ഇപ്പോൾ കഴിയുന്നത്. ടിബിൻ ടോമിനൊപ്പം ഷീന മാർട്ടിൻ, ന്യൂസ് മലയാളം.